ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. വീട്ടിൽ അതിക്രമിച്ചു കടന്നയാളാണ് താരത്തെ കുത്തിയത്. വീട് കയറിയുള്ള കൊള്ളക്കിടെ നടനെ അക്രമി കുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുംബൈയിലെ ബാന്ദ്രയിലുള്ള വീട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. താരം അപകടനില കടന്നതായാണ് റിപ്പോർട്ടുകൾ. അക്രമിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. കേസ് അന്വേഷണത്തിന് 7 സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവ് ആക്രമിച്ചു എന്ന നിഗമനത്തിനുമപ്പുറം ദുരൂഹതകളേറെയുണ്ട് സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തിയ സംഭവത്തിൽ. പ്രത്യേകിച്ച് ചില ബോളിവുഡ് താരങ്ങൾക്കെതിരെ വധഭീഷണികൾ പതിവായ സാഹചര്യത്തിൽ മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിൽ സെയ്ഫ് അലി ഖാന്റെയും പങ്കാളി കരീന കപൂറിന്റെയും വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ കുത്തേറ്റത്. പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്നയാളെ തടയാനുള്ള ശ്രമത്തിനിടയിലാണ് താരത്തിന് കുത്തേറ്റത്. സെയ്ഫ് അലി ഖാനെ 6 തവണ കുത്തിയ ശേഷം അക്രമി കടന്നുകളഞ്ഞു. ഗുരുതര പരിക്കേറ്റ സെയ്ഫിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ആഴത്തിൽ 2 മുറിവുകളാണുണ്ടായിരുന്നത്. നടൻ അപകടനില തരണം ചെയ്തെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു. മോഷണമായിരുന്നു അക്രമിയുടെ ഉദ്ദേശമെന്നായിരുന്നു പ്രാഥമിക വിവരം. കുടുംബത്തിന് നേരെ അക്രമി പാഞ്ഞടുക്കുന്നത് തടയുന്നതിനിടെയാണ് സൈഫിന് പരിക്കേറ്റതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കവർച്ചയ്ക്കെന്ന വ്യാജേനയെത്തി ആക്രമിച്ചതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൃത്യത്തിനു പിന്നിൽ ഒന്നിലധികം പേരുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ ബാന്ദ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയെ പിടികൂടാൻ 7 പോലീസ് സംഘങ്ങളെ രൂപീകരിച്ചു. താരത്തിന്റെ വീട്ടിലെ 3 പരിചാരകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരിൽ ഒരാൾ അക്രമിക്ക് സഹായം ചെയ്തുവെന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാധ്യമങ്ങളോടും ആരാധകരോടും ക്ഷമയോടെയിരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സെയ്ഫ് അലി ഖാന്റെ ടീം പ്രസ്താവന ഇറക്കി. ആക്രമണം ഞെട്ടലുണ്ടാക്കിയെന്നായിരുന്നു ബോളിവുഡ് താരങ്ങളും സെയ്ഫ് അലി ഖാന്റെ സഹപ്രവർത്തകരും പ്രതികരിച്ചത്. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും സംഭവത്തെ അപലപിച്ചു. വൻ സുരക്ഷയുള്ളവർ പോലും മുംബൈയിൽ സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ BJP ശിവസേന സർക്കാരിനും മുഖ്യമന്ത്രി ഫട്നാവിസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. ഉന്നത സുരക്ഷയുള്ളവർ പോലും ആക്രമണത്തിനിരയാകുന്നു. അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതേസമയം ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽപ്പെട്ടവരെന്ന് കരുതുന്ന 2 പേർ നടൻ സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വസതിക്ക് പുറത്ത് വെടിയുതിർത്ത് മാസങ്ങൾക്കിപ്പുറമാണ് സെയ്ഫ് അലി ഖാനെതിരെ ആക്രമണമുണ്ടായത്. തന്റെ മൂത്ത മകന് തൈമൂർ എന്ന് പേരിട്ടതിന് പിന്നാലെയും സെയ്ഫ് അലി ഖാൻ വധഭീഷണി നേരിട്ടിട്ടുണ്ട്. 2018-ൽ ക്വിൻറിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായം പറയുന്നവരെ കൊല്ലുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന സെയ്ഫ് അലി ഖാന്റെ പ്രസ്താവന ചർച്ചയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.